ഞാൻ നമ്മുടെ പാർട്ടിക്ക് വേണ്ടിയുമല്ല സംസാരിച്ച്, നമ്മുടെ സർക്കാരിന് വേണ്ടിയിട്ടുമല്ല സംസാരിച്ച്, ഞാൻ എൻ്റെ അഭിപ്രായം ചോദിച്ചതിന് എൻ്റെ അഭിപ്രായം പറഞ്ഞു. അത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഞാൻ നിൽക്കണോ അതോ പോണോ എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് ശശി തരൂർ ചോദിക്കുന്നത്. KPCC നേതൃമാറ്റം കഴിഞ്ഞു. മൊത്തത്തിൽ കേരളത്തിൽ ഒരു ആശങ്ക ഉണ്ടായിരുന്നുവെങ്കിലും അതിനെല്ലാം ഒരു മാറ്റം ഇപ്പോൾ വന്നിട്ടുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ ഏറെ കൊതിച്ച കോൺഗ്രസ് നേതാക്കന്മാരിൽ ഒരാൾ തന്നെയാണ് തരൂർ. തരൂരിന് മന്ത്രിസ്ഥാനം കൊടുത്താൽ അത് മാത്രം ജപിച്ചുകൊണ്ടിരിക്കുന്ന VD സതീശൻ അടക്കമുള്ള നേതാക്കന്മാർ എന്ത് ചെയ്യും? നേതൃമാറ്റം കഴിഞ്ഞിട്ടും ഹൈക്കമാൻഡ് തന്റെ കാര്യത്തിൽ തീരുമാനമൊന്നും പറയാതായപ്പോൾ ആ പഴയ ഓലപ്പാമ്പിനെ പുള്ളി വീണ്ടും എടുത്തിട്ടുണ്ട്. മറ്റു പാർട്ടിയുടെ നയങ്ങളെ പുകഴ്ത്തുക, എന്നിട്ട് അതിലേക്ക് പോകുമെന്നൊരു സൂചന നൽകുക. അങ്ങനെയാവുമ്പോൾ വീണ്ടും ഹൈക്കമാൻഡ് പുള്ളിയെ ചേർത്ത് പിടിക്കാനുള്ള നീക്കങ്ങൾ തുടരുമെന്നും പുള്ളിക്കറിയാം. സത്യം പറഞ്ഞാൽ ശശി തരൂരിനെ കോൺഗ്രസിലെ ഒരു നേതാക്കൾക്കും കണ്ണിനേറെ കണ്ടുകൂടാ. ശശി തരൂർ കോൺഗ്രസിൽ അധികകാലം തുടരില്ല എന്ന നിഗമനത്തിലാണ് നേതാക്കൾ ഉള്ളത്. അത് മാത്രമല്ല, ശശി തരൂരിനെ നിരീക്ഷിക്കാൻ തന്നെ ഒരു നീക്കം കോൺഗ്രസ് നടത്തുന്നുമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂരിനെ കുറിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ശശി തരൂർ തന്റെ നിലപാട് തുറന്നു പറഞ്ഞിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര വിവാദങ്ങളുടെ വാർത്തകളാണ് പുറത്തു വരുന്നത്. ശശി തരൂരിന്റെ പ്രസ്താവനയെ പാർട്ടിയുടെ അഭിപ്രായമല്ല എന്ന് കോൺഗ്രസ് പാർട്ടി വിശേഷിപ്പിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ശശി തരൂർ ലക്ഷ്മണരേഖ കടന്നുവെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നുമുണ്ട്. ഇത് സംബന്ധിച്ച് ശശി തരൂരിനോട് ചോദിച്ചപ്പോൾ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ രാജ്യത്തിനും ലോകത്തിനും മുൻപിൽ തന്റെ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ചതാണെന്നാണ് പറയുന്നത്. മാത്രമല്ല, രാജ്യം ഒരു പോരാട്ടത്തിലൂടെ കടന്നു പോവുകയാണെന്നും അത്തരമൊരു സാഹചര്യത്തിൽ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ രാജ്യത്തെ ഒരുമയോടെ നിലനിർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും പറഞ്ഞിട്ടുണ്ട്. അത് ന്യായം. പക്ഷെ ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ഇറങ്ങുന്നതാണ് കഷ്ടം. യുദ്ധത്തിന്റെ വിഷയത്തിൽ ഒരൊറ്റ പാർട്ടി ഞാൻ കണ്ടിട്ടുള്ളൂ. നമ്മൾ ഐക്യമോട് നിൽക്കേണ്ട ഈ സർക്കാരിന്റെ ഒപ്പം നമ്മളുടെ പട്ടാളക്കാരുടെ ഒപ്പം നമ്മൾ ഒന്നാണെന്നാണ് പാർട്ടി പ്രഖ്യാപിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അറിവുള്ള കാര്യങ്ങളെക്കുറിച്ച് മാധ്യമക്കാർ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു. നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല. ഞാൻ പാർട്ടിയുടെ വാക്താവല്ല. ഇതുവരെ ആ സ്ഥാനമില്ലാത്ത കാര്യം ഞാൻ സംസാരിക്കുമ്പോഴേ ഒരു തെറ്റിദ്ധാരണ വേണ്ട. ഞാൻ ഒരു വ്യക്തിയായിട്ടാണ് സംസാരിക്കുന്നത്, ഒരു ഭാരതീയനായിട്ടാണ് സംസാരിക്കുന്നത്. ഈ വിഷയങ്ങളിൽ വിദേശകാര്യത്തെക്കുറിച്ച് കുറച്ച് അറിയുന്ന കാരണമാണ് ആൾക്കാർ എന്നോട് ചോദ്യം ചോദിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ വില പ്രസക്തി ഇല്ലെങ്കിൽ ആരും ചോദിക്കില്ലല്ലോ. ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. ഞാൻ നമ്മുടെ പാർട്ടിക്ക് വേണ്ടിയുമല്ല സംസാരിച്ച്, നമ്മുടെ സർക്കാരിന് വേണ്ടിയിട്ടുമല്ല സംസാരിച്ച്, ഞാൻ എൻ്റെ അഭിപ്രായം ചോദിച്ചതിന് എൻ്റെ അഭിപ്രായം പറഞ്ഞു. അത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഇതിൽ എൻ്റെ അഭിപ്രായത്തിൽ ചില കാര്യങ്ങൾ ഭാരതം ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അത് എൻ്റെ അഭിപ്രായമായിട്ടാണ് പറഞ്ഞത്. അഥവാ നമ്മൾക്ക് സർക്കാരിനോട് ചില ക്ലാരിഫിക്കേഷൻ ചോദിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ 100% പിന്തുണ കൊടുക്കുന്നു. പാർട്ടി ചോദിച്ചോട്ടെ ക്ലാരിഫിക്കേഷൻസ്. സ്പെഷ്യൽ സെഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്പെഷ്യൽ സെഷൻ വരികയാണെങ്കിൽ ചർച്ച നടന്നോട്ടെ. അതിനെക്കുറിച്ചൊന്നും എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെ ഞാൻ പറഞ്ഞതിൽ വേറെ എന്താ ബുദ്ധിമുട്ട്? എനിക്ക് ട്രംപ് പറഞ്ഞതിൽ ഇഷ്ടമായില്ല. 4-5 പോയിന്റ് അദ്ദേഹം പറഞ്ഞത് ശരിയായിരുന്നില്ല ഭാരതത്തിൽ. ഞാൻ സ്പഷ്ടമായി പറഞ്ഞു, സാമൂഹ്യ മാധ്യമത്തിലും പറഞ്ഞു, ഇന്റർവ്യൂസിലും പറഞ്ഞു. ഇനി വേറെ എന്താ? നിങ്ങൾക്ക് വല്ല തർക്കമുണ്ടോ? പറയൂ. സ്വന്തം നിലപാട് വെളിപ്പെടുത്തുന്നതിൽ തെറ്റുന്നില്ല നേതാവേ. പക്ഷെ ഈ പുര കത്തുമ്പോൾ തന്നെ വാഴ വെട്ടുന്ന നിങ്ങളുടെ ഈ നിലപാട് കാണുമ്പോഴാണ് ചിരി വരുന്നത്. പിന്നെ ആകെ ഒരു ആശ്വാസം, ഈ പ്രഹസനം അടുത്ത തിരഞ്ഞെടുപ്പ് വരെ മാത്രം സഹിച്ചാൽ മതിയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കും ഈ രാജ്യസ്നേഹവും വ്യക്തി സ്വാതന്ത്ര്യവും.